ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൗദി പ്രോ ലീഗിൽ നടന്ന അൽ ഇത്തിഹാദ് വസൽ വഹ്ദ മത്സരം 4-1 എന്ന ഗോൾ സ്കോറിന് അൽ ഇത്തിഹാദ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അൽ ഇത്തിഹാദിന് വേണ്ടി ഫ്രഞ്ച് താരം കരീം ബെൻസെമയാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിജയത്തോടുകൂടി സൗദി പ്രോ ലീഗ് പോയിന്റ് ടേബിളിൽ 54 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അൽ ഇത്തിഹാദിൻ്റെ ഹോം ഗ്രൗണ്ടായ കിങ്സ് അബ്ദുള്ള സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം ആരംഭിച്ചത്. ഈ ഒരു സീസൺ ഓൾമോസ്റ്റ് ഒരു 80% എൻ പേഴ്സണൽ ഒപ്പീനിയനാണ് അൽ ഇത്തിഹാദ് തന്നെ ആയിരിക്കും ടൈറ്റിൽ ചാമ്പ്യൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ. രണ്ടാം സ്ഥാനത്ത് 48 പോയിന്റുമായിട്ട് അൽ ഹിലാലും 40 പോയിന്റുമായിട്ട് അൽ നാസറുമാണ് മൂന്നാം സ്ഥാനത്തും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ, കരീം ബെൻസെമ ഒരു കോമ്പറ്റീഷൻ, ഗോൾഡൻ ബൂട്ടിലൊരു ടൈറ്റിൽ റേസ് അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. 20 ഗോളുമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയും 17 ഗോളുമായിട്ട് കരീം ബെൻസെമയാണ് രണ്ടാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റ്ലി നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ ബെൻസെമയോട് ചോദിക്കുകയുണ്ടായി, ഒരു റൊണാൾഡോ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബെൻസെമ കൊടുത്ത ഒരു ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഗോൾ സ്കോർ ചെയ്യുന്നത് പേഴ്സണലി എന്നെ സംബന്ധിച്ചത് അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ടീം വിജയിക്കാതെ വെറുതെ ഗോൾ സ്കോർ ചെയ്തു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് വലിയ പേഴ്സണലി ഇതിപ്പോൾ ഗോൾഡൻ ബൂട്ട് പോലത്തെ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടീമിനെ വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നാണ് ബെൻസെമ ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്ത ബെൻസെമയുടെ മറുപടി. അതുപോലെ അൽ ഹിലാൽ ഈ ഒരു സീസൺ ഈ അവസാനം കളിച്ച 2-3 മാച്ചിലാണ് വളരെ ഡൗൺഫോൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുവരെ രണ്ട് ടീമും അൽ ഇത്തിഹാദും അൽ ഹിലാലും സെയിം പോയിന്റുമായിട്ടാണ് മുന്നേറിക്കൊണ്ടിരുന്നത്. അൽ ഇത്തിഹാദിനെ സംബന്ധിച്ചിടത്തോളം ബെൻസെമ വന്ന സീസൺ അട്ടപ്പടലം 3G ആയിരുന്നു. ബെൻസെമ വരുന്നതിൻ്റെ ആ ഒരു മുന്നത്തെ സീസൺ കപ്പടിച്ച ടീമാണ് അൽ ഇത്തിഹാദ്. പക്ഷെ ബെൻസെമ വന്നതിന് ശേഷം പേഴ്സണലി ഈ ഒരു ബെൻസെമ എന്ന പറഞ്ഞ താരത്തിന് അൽ ഇത്തിഹാദിലേക്ക് കൊണ്ടുവരുന്നതിൽ കോച്ചിന് വലിയ രീതിയിലുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം കോച്ചിൻ്റെ ആ ഒരു ടാക്ടിക്സുമായിട്ട് സെറ്റാവാത്തൊരു പ്ലെയറാണ് എന്നാണ് കോച്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സീസൺ വളരെ മോശപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ബെൻസെമയെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് സീസൺ വരുന്ന സമയത്ത് ഇത്രയും വലിയൊരു, എനിക്ക് തോന്നുന്നു 100 മില്യൺ യൂറോ ആണ് 100 മില്യൺ യൂറോക്കാണ് ബെൻസെമയുടെ ആ ട്രാൻസ്ഫർ ഫീ. നെക്സ്റ്റ് സീസൺ വരുന്ന സമയത്ത് കോച്ചിനെ സാക്ക് ചെയ്തു, പുതിയ കോച്ച് വന്നു. ഈ ഒരു സീസണാണ് ആ ഒരു റയൽ മാഡ്രിഡിൽ കളിച്ച ഒരു ബെൻസെമയുടെ ഒരു പെർഫോമൻസ് സീസൺ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഈ ഒരു ടൈം വരെ പ്രൈം ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് റീസെൻ്റ്ലി ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു യുണൈറ്റഡിലേക്ക് വരും, അതുപോലെ ആർസണലിനൊരു സ്ട്രൈക്കർ ആവശ്യമുണ്ട്. ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ബെൻസെമ പോലൊരു താരത്തെ കൊണ്ടുവരാനുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. അതുപോലെ യുണൈറ്റഡിനും ഒരു സ്ട്രൈക്കർ ആവശ്യം വളരെ അത്യാവശ്യമായ ഒരു സിറ്റുവേഷനാണ്. പക്ഷെ അതൊക്കെ വെറും റൂമേഴ്സ് മാത്രമാണ്. നിലവിലിപ്പോൾ പ്രത്യേകിച്ച് വേറെ റൂമേഴ്സോ കാര്യങ്ങളോ ഒന്നും വന്നുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.